ഒരു ചെറിയ ഒരു ആമുഖം മോൺസിഞ്ഞോർ ഡെന്നീസിനെ പറ്റി പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടെ മോൺസിഞ്ഞോർ ഡെന്നീസ് കുറുപ്പശ്ശേരിക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. നമ്മുടെ രൂപതയുടെ പ്രൊക്കുറേറ്റർ റെവറൻ ഫാദർ ജോർജ് പൈനേടത്ത് ഒരു ബൊക്കെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ കൈമാറിക്കൊണ്ട് നമ്മുടെ സ്നേഹവും സ്വാഗതവും മോൺസിഞ്ഞോർ ഡെന്നീസിന് അറിയിക്കും. കണ്ണൂർ രൂപതയ്ക്ക് ദൈവം നൽകിയ ഒരു രജത ജൂബിലി സമ്മാനമായിട്ടാണ് ഒരു സഹായമെത്രാൻ ലഭിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ഫ്രാൻസിസ് പാപ്പയുടെ ലിഖിതത്തിലും ഉണ്ടായിരുന്നതുപോലെ, ഇപ്പോൾ മോൺസിഞ്ഞോർ ഡെന്നീസ് കുറുപ്പശ്ശേരി വത്തിക്കാൻ്റെ മാൾട്ടയിലെ നയതന്ത്ര കാര്യാലയത്തിൽ പേപ്പൽ പ്രതിനിധിയുടെ, ഇപ്പോഴത്തെ അവിടുത്തെ പേപ്പൽ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സാവിയോ ഹോൺ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും മോൺസിഞ്ഞോറിനെ വ്യക്തിപരമായിട്ടറിയാം. കാരണം അദ്ദേഹം കോട്ടപ്പുറത്താണ്. കോട്ടപ്പുറം രൂപതയിലെ പള്ളിപ്പുറം മഞ്ഞുമാത ദേവാലയം എത്രയോ ചരിത്ര ഉറങ്ങുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണത്. ആ ഇടവകയിൽ നിന്ന് തന്നെ ഇപ്പോൾ 4ാമത്തെ ബിഷപ്പാണ് മോൺസിഞ്ഞോർ ഡെന്നീസ്. ജേക്കബ് അച്ചാരുപറമ്പിൽ തിരുവനന്തപുരം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്നു, റിട്ടയർ ചെയ്തു, ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. വരാപ്പുഴ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് അഭിവന്യ ഡാനിയൽ അച്ചാരുപറമ്പിൽ, അതോടൊപ്പം തന്നെ ഇപ്പോൾ കോട്ടപ്പുറം രൂപതയുടെ സാരഥിയായ മോൺസിഞ്ഞോർ അംബ്രോസ് പുത്തൻ വീട്ടിൽ. ഇതാ ഒരിടവകയിൽ നിന്ന് തന്നെ പരിശുദ്ധ ആ മഞ്ഞുമാതാവിൻ്റെ വലിയ അനുഗ്രഹവും കൃപയുമാണ് കണ്ണൂരിന് അനുഗ്രഹമായിട്ട് മറ്റൊരു സഹായ മെത്രാൻ ആ ഇടവകയിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നു. എനിക്ക് മോൺസിഞ്ഞോർ ഡെന്നീസിനെ ഏകദേശം ഒരു 45 വർഷമോ 47 വർഷം മുമ്പ് എന്നെ അറിയാം. ഞാൻ എൻ്റെ ഫിലോസഫി തത്വശാസ്ത്രം പഠനത്തിന് ശേഷം റീജൻസി ചെയ്യുമ്പോൾ അന്ന് എറണാകുളം സെൻറ്റ് ആൽബർട്ട് സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ട് വരാപ്പുഴ അതിരൂപത ആസ്ഥാന മന്ദിരത്തിൻ്റെ തൊട്ടടുത്തായിരുന്നു അന്ന് സെയിൻറ്റ് ജോസഫ് പെറ്റി സെമിനറി. അവിടെയായിരുന്നു ഞാൻ റീജൻസി. അന്ന് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു നല്ല ചുറുചുറുക്കുള്ള, നല്ല ബാസ്കറ്റ് ബോളൊക്കെ ഇങ്ങനെ ഓടി നടന്ന് ഇടുന്ന, എല്ലാത്തിലും സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് മോൺസിഞ്ഞോർ ഡെന്നീസ് അന്ന്. പിന്നീട് നമ്മുടെ പ്രിയങ്കരനായ ജനപ്രതിനിധിയും കേരളത്തിൻ്റെ പുതിയ മന്ത്രി സ്നേഹമുള്ള രാമചന്ദ്രൻ കടന്നപ്പള്ളി സാറും വരുന്നുണ്ട്. ഇങ്ങോട്ട് പോരും. ഇന്ന് തിരക്കുള്ള ദിവസമാണെങ്കിലും ഈ ഒരു കാര്യം വാർത്ത ഇങ്ങോട്ട് ഇരിക്കാം. കണ്ണൂർ രൂപതയുടെ പുതിയ സഹായമെത്രാനാണ് മോൺസിഞ്ഞോർ ഡെന്നീസ് കുറുപ്പശ്ശേരി. ഈ ഭവനത്തിലെ എന്ത് പരിപാടിക്കും ഈ ഒരു സാന്നിധ്യമില്ലെങ്കിൽ എങ്ങനെ അത് പൂർണ്ണമാകും? 1967 മോൺസിഞ്ഞോർ ഡെന്നീസ് ജനിച്ചത് ഓഗസ്റ്റ് 4-ാം തീയതി. ആലുവ കാർമൽഗിരി സെമിനറിയിൽ പഠിച്ചു. അവിടെ നിന്നാണ് ഫിലോസഫിയും തിയോളജിയുടെയും ബിരുദങ്ങൾ സമ്പാദിച്ചത്. പിന്നീട് റോമിലെ ഏർബൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാനൻ നിയമത്തിൽ ബിരുദാനന്ദ ബിരുദവും ഡോക്ടറേറ്റും സമ്പാദിച്ചിട്ടുണ്ട്. 1991 ഡിസംബർ മാസത്തിലാണ് 23-ാം തീയതി കോട്ടപ്പുറം രൂപതയ്ക്ക് വേണ്ടി പുരോഹിതനായി അഭിഷിക്തനായി. പിന്നീട് 1997 വരെ തുരുത്തിപ്പുറം സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി ഇടവകയിലെ സഹവികാരിയും പിന്നീട് കടവാൽ തുരുത്ത്
ഇടവക ഹോളി ക്രോസ് ഇടവകയിലെ പ്രീസ്റ്റ് ഇൻചാർജായിട്ടും പിന്നീട് പുല്ലൂറ്റ് സെയിൻറ്റ് ആൻ്റണീസ് ഇടവകയിൽ വികാരിയുമായിട്ടൊക്കെ ശുശ്രൂഷ ചെയ്തു. ആ കാലഘട്ടത്തിൽ കോട്ടപ്പുറം രൂപതയുടെ മുഖപത്രമായ ദിദിമോസിൻ്റെ പ്രധാന എഡിറ്ററായിരുന്നു, ചീഫ് എഡിറ്ററായിരുന്നു. അതോടൊപ്പം തന്നെ KCSLൻ്റെ രൂപത ഡയറക്ടറുമായിരുന്നു. 2001 മുതൽ വത്തിക്കാൻ്റെ നയതന്ത്ര വിഭാഗത്ത് പ്രവർത്തിക്കുകയാണ്. ആദ്യം നിയമനം ലഭിച്ചത്, അതിൻ്റെ ആ പരിശീലനത്തിന് ശേഷം നിയമനം ലഭിച്ചത് ആഫ്രിക്കയിലെ ബുറുണ്ടിയിലാണ്. അതിനുശേഷം അവിടെ നിന്ന് ഈജിപ്തിലും തായ്ലാൻഡിലുമുണ്ടായി. കഴിഞ്ഞ ദിവസം ഞാൻ തായ്ലാൻഡിലൊന്ന് പോയപ്പോൾ അവിടെ ഞാനിങ്ങനെ വർക്ക് ചെയ്യായിരുന്നു, ഈ ഭാഗത്താണല്ലോ മോൺസിഞ്ഞോറും ഉണ്ടായിരുന്നതെന്ന്. പിന്നീട് ആഫ്രിക്കയിലെ തന്നെ ഗാബോൺ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അമേരിക്കയിൽ വത്തിക്കാൻ്റെ എംബസിയിൽ ഫസ്റ്റ് അസിസ്റ്റൻ്റായി 2017 മുതൽ ശുശ്രൂഷ ചെയ്തിരുന്നു. അവിടെ നിന്നാണ് 2021 മാൾട്ടയിലേക്ക്, അവിടെയും ഫസ്റ്റ് അസിസ്റ്റൻ്റ്, അതായത് നുൻസിയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വത്തിക്കാൻ്റെ അംബാസഡറായിട്ടുള്ള നുൻസിയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഫസ്റ്റ് അസിസ്റ്റൻ്റാണ്. അങ്ങനെ കഴിഞ്ഞ് 27 വർഷമായി കേരളത്തിന് വെളിയിൽ, ഭാരതത്തിന് വെളിയിൽ, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും വത്തിക്കാൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് സർവീസിൽ, നയതന്ത്രത്തിൻ്റെ വിഭാഗത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വളരെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് കണ്ണൂരിന് അനുഗ്രഹമായിട്ട് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ബിഷപ്പ് ഹൗസ് കാണുന്നത്. ആദ്യമായിട്ടാണ്, പേടിക്കേണ്ട. ഞാനും 2014 ഫെബ്രുവരി മാസം 1-ാം തീയതി ഈ ഭവനത്തിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഇതുപോലെ അച്ഛന്മാരും സിസ്റ്റേഴ്സും അൽമായരൊക്കെ ഇരിപ്പുന്നുണ്ടായിരുന്നു. ഞാനും അന്ന് ആദ്യമായിട്ടാണ് ഈ ബിഷപ്സ് ഹൗസ് പോലും കണ്ടത്. അന്ന് വൈകുന്നേരം കത്തീഡ്രലിൽ പോയി കണ്ടു, മനോഹരമായ ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ. പക്ഷേ പരിശുദ്ധ ത്രിത്വത്തിൻ്റെയും ഈ രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥയായ വരപ്രസാദനാഥ അവർ ലേഡി ഓഫ് ഗ്രേസിൻ്റെയൊക്കെ മാധ്യസ്ഥവും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും എന്നും എനിക്കുണ്ടായിരുന്നു. അതുതന്നെ മോൺസിഞ്ഞോർ എപ്പോഴും ഈ അജപാലന ശുശ്രൂഷ നേതൃത്വത്തിൽ ഈ രൂപതയുടെ വളർച്ചയുടെ എല്ലാ കാര്യത്തിലും സമർപ്പണത്തിൽ ഉണ്ടാകും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഇന്ന് അപ്പോൾ നമുക്ക് ഏറെ സന്തോഷം. ഇങ്ങനെ ഒരു ഇത്രയും നേരം സർപ്രൈസായിരുന്നു. കാരണം നിങ്ങൾ ആ ലെറ്ററിൽ വായിച്ചു, ദിസ് ഹാസ് ടു ബി കെപ്റ്റ് ആസ് എ പൊന്തിഫിക്കൽ സീക്രട്ട്. എനിക്കെൻ്റെ മനസ്സിൽ മാത്രമുള്ള വെക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് എനിക്കിവിടെ ഈ ഭവനത്തിലുള്ളവരോടും പമ്പളാനി പിതാവിനൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഈ വടക്കേ മലബാറിലെ ബിഷപ്സൊക്കെ ഒരുമിച്ചുണ്ടായെങ്കിലും ഇതിങ്ങനെ ഉള്ളിൽ ഒരു സൂക്ഷിക്കേണ്ടതല്ലേ രഹസ്യം. അങ്ങനെ എന്തോരം രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നാം ഓരോരുത്തർ നമ്മുടെ മേഖലയിൽ. ദൈവം തീർച്ചയായിട്ടും ഈ രൂപതയെ ഈ രജത ജൂബിലി അവസരത്തിൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നുള്ളതിൻ്റെ വലിയൊരു തെളിവായിട്ട് നമുക്ക് ഈ ഒരു നിയമനം എടുക്കാം. ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന്, പ്രത്യേകിച്ച് സ്വർഗാരോപണ തിരുനാൾ ദിനത്തിലാണ് ഇത്രയും വലിയ സ്വർഗത്തിൻ്റെ ഒരു സമ്മാനം ഈ രൂപതയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. മോൺസിഞ്ഞോർ ഡെന്നീസിൻ്റെ ആ വലിയ അനുഭവം നമുക്കേവർക്കും വലിയ പ്രതീക്ഷയുണ്ട്. അനുഗ്രഹമായി രൂപതയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയുക്തമാകുമെന്ന് തീർച്ചയായും പ്രത്യാശിക്കാം. ജെറേമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 15-ാം വാക്യത്തിലല്ലേ പറയണേ, കർത്താവ് നമുക്ക് അവിടത്തേക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ നൽകും, അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കുമെന്ന് പറയും. അപ്പോൾ ആ ദൈവത്തിൻ്റെ വലിയ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ കണ്ണൂർ രൂപതയുടെ സഹായമെത്രാനായി ഫ്രാൻസിസ് പാപ്പ നിയമിച്ചിട്ടുള്ള ഡെന്നീസ് നെർക്കുറുപ്പശ്ശേരി അച്ഛന് വേണ്ടി, മോൺസിഞ്ഞറിന് വേണ്ടി, നിയുക്ത മെത്രാന് വേണ്ടി ഇന്ന് മുതൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവം ഈ രൂപതയെയും ഇവിടെയുള്ള ദൈവജനത്തെയും മാത്രമല്ല ജാതി മതഭേദമന്യേ എല്ലാവരെയും വളർത്തുവാൻ മോൺസിഞ്ഞോർ ഡെന്നീസിനെ ഉപകരണമാക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി. ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്നില പിതാവാണ് ഒരിക്കൽ കൂടെ ഓക്സിലിയറി ബിഷപ്പ് ഇലക്റ്റായ മോൺസിഞ്ഞോർ ഡെന്നീസ് കുറുപ്പശ്ശേരിക്ക് നിങ്ങളെല്ലാവരുടെയും പേരിലുള്ള ആശംസകൾ അർപ്പിക്കുന്നു.
ഇപ്പോൾ അപ്പസ്തോലിക അടയാളങ്ങളായ പാസ്റ്ററൽ ക്രോസും ചെയിനും സാക്ഷ്യമൊക്കെ ധരിപ്പിക്കുന്ന ചടങ്ങിലേക്കാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. നിയുക്ത ഓക്സിലറി ബിഷപ്പിന് പാസ്റ്ററൽ ക്രോസും ചെയിനും ധരിപ്പിക്കുന്നതിന് വേണ്ടി അഭിവന്യ കോഴിക്കോട് രൂപത മെത്രാൻ ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കണ്ണൂർ രൂപതയുടെ നിയുക്ത സഹായ മെത്രാൻ മോൺസിഞ്ഞോർ ഡെന്നിസ് കുറുപ്പശ്ശേരിയെ സ്ഥാനിക ചിഹ്നങ്ങൾ അണിയിക്കുന്ന ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും കണ്ണൂർ രൂപതയ്ക്ക് വളരെയധികം ആഹ്ലാദം നൽകുന്ന, ഒരു അഭിമാനം നൽകുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 27 വർഷക്കാലം വത്തിക്കാൻ്റെ നയതന്ത്ര വിഭാഗത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന വൈദികനാണ് മോൺസിഞ്ഞോർ ഡെന്നിസ് കുറുപ്പശ്ശേരി. റെഡ് സാഷ് ധരിപ്പിക്കുന്നതിന് വേണ്ടി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പിതാവിനെ ക്ഷണിക്കുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം കോട്ടപ്പുറം രൂപതാംഗമാണ്, ഒപ്പം തന്നെ മഞ്ഞുമാത ഇടവക അംഗമാണ്. ആ ഇടവകയിൽ 4ാമത്തെ മെത്രാനാണ് മോൺസിഞ്ഞോർ ഡെന്നിസ് കുറുപ്പശ്ശേരി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. കോട്ടപ്പുറം രൂപതയുടെ ഇടയൻ അംബ്രോസ് പിതാവും ആ ഇടവകയിൽ നിന്നുള്ള മെത്രാൻ കൂടിയാണ്. കണ്ണൂർ രൂപതയെ സംബന്ധിച്ചിടത്തോളം ഒരു ആഹ്ലാദം നൽകുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കണ്ണൂർ രൂപതയ്ക്ക്, രൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായി രൂപതയ്ക്ക് ഒരു സഹായ മെത്രാനെ ലഭിച്ചിരിക്കുന്നു. മോൺസിഞ്ഞോർ ഡെന്നിസ് കുറുപ്പശ്ശേരി, കോട്ടപ്പുറം രൂപതാംഗം ആണ് അദ്ദേഹം. വളരെ നാളത്തെ നയതന്ത്ര, പ്രത്യേകിച്ച് വത്തിക്കാൻ്റെ നയതന്ത്ര മേഖലയിൽ ബിഷപ്പിനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള വൈദികനാണ് അദ്ദേഹം. റെഡ് സ്കൾ ക്യാപ്പ് ധരിപ്പിക്കുന്നതിന് വേണ്ടി ബിഷപ്പ് ആനമരം പിതാവിനെ ക്ഷണിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൊപ്പം ഈജിപ്റ്റ്, തായ്ലൻഡ്. അപ്പസ്തോലിക അടയാളമായ റിങ് ധരിപ്പിക്കുന്നതിന് വേണ്ടി കണ്ണൂർ രൂപത മെത്രാൻ ചെയ്തു അലക്സ് വടക്കന്തല പിതാവിനെ ക്ഷണിക്കുന്നു. നമ്മുടെ മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി നിയുക്ത ബിഷപ്പിനെ ഷോൾ അണിയിക്കുന്നു.